കോൺഗ്രസ് പാർട്ടിയുടെ എല്ലാ സുഖങ്ങളും അനുഭവിച്ചതിന് ശേഷം കോൺഗ്രസ് പാർട്ടിയെ ചതിച്ചിട്ട് ഇപ്പോൾ സ്ഥാനാർത്ഥിയായി വന്ന അദ്ദേഹം BJPയും ചതിക്കും. കാര്യം BJP അധികാരത്തിൽ വരില്ല. കഴിഞ്ഞ ദിവസം ഞാൻ 2 സർവേ കണ്ടു. അതാ അദാനി CPMന്റെ BJP അടുത്താണ്. അദ്ദേഹത്തിന്റെ ഒരു സർവേ നടത്തി 200 സീറ്റുകൾ, BJPക്ക് 200 ഉണ്ട്. അംബാനിയുടെ BJPക്ക് 200 ഉണ്ട്. ഇതെല്ലാം ഞാൻ വായിച്ച കാര്യമാണ്. അപ്പം BJP അധികാരം വരത്തില്ല. അപ്പോൾ അത് കഴിയുമ്പം നമ്മളെ ചതിച്ചിട്ട് പോയ അനിൽ ആന്റണിയെ നമുക്ക് ഇങ്ങോട്ട് സ്വീകരിക്കാം. അതാണ് സംഭവിക്കാൻ പോകുന്നത്. ഓക്കെ, അതുകൊണ്ട് ഞാൻ ദീർഘമായി പറയുന്നില്ല. നിങ്ങളെല്ലാം അച്ഛൻ്റെ പ്രശ്നം കേൾക്കാനാണ്. പിന്നെ നമ്മുടെ സ്ഥാനാർത്ഥി പറയണം. സമയം താമസിക്കാൻ പാടില്ല. സ്ഥാനാർത്ഥി സംബന്ധമൊക്കെ കൃത്യമായി നടക്കണം. ഇവിടെ വന്നുകൂടിയ ഈ രാവിലെ 8:30 തന്നെ ഇവിടെ വന്നുകൂടിയ നിങ്ങളെല്ലാം ഞാൻ അഭിവാദ്യം ചെയ്യുന്നു. നിങ്ങളുടെ ആത്മാർത്ഥതയെ ഞാൻ സ്തുതിക്കുന്നു.